ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്ന അമ്മയും മക്കളും. അപ്പോൾ അത് അമൃതയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചേക്കണേ. പിള്ളേരെ പരിചരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? കുഞ്ഞിപ്പെണ്ണെന്നെ വിളിച്ചില്ല അച്ചുകുട്ടനെ. എന്നെ മോളൂന്ന് വിളിച്ചോ. അച്ചുകുട്ടൻ മോളൂന്ന് വിളിച്ചോ. ഭയങ്കര ഉറക്കായിരുന്നു. ഒത്തി ഈ മഞ്ഞപ്പ് അതിനല്ലേ കുറച്ചോളം ഇളവയിൽ വിളിച്ചാൽ രാവിലെ അല്ലേ മഞ്ഞു? കൊച്ചിന് കുറച്ച് വിശപ്പൊക്കെ ഇല്ലേ? ഒന്നാമത് ഞായറാഴ്ചയാ. ഇന്ന് ഇതിന് ഇറച്ചിയൊക്കെ മേടിച്ച് എല്ലായിടത്തും ഉണ്ട് ഇത്. എന്റെ മോൻ ഒന്നാം ബലകാല പോകും ഇറച്ചി അടിക്കുന്ന ഞായറാഴ്ച. ശനിയാഴ്ച ഇപ്പൊ ഞാൻ വെളുത്തും വരുവാണ് 5 മണിയാകുമ്പത്തേക്കും ഇറച്ചിക്കടയിൽ. വീട്ടിലെങ്ങനെയാണെന്നോ ബാക്കിയുള്ള ദിവസം താമസിച്ച് ഞായറാഴ്ച നേരത്തെ കണ്ടിച്ച് പറിച്ച് അടപ്പത്ത് വെച്ച് വേവിച്ച് തിന്നാലാ അതാനുള്ളു. കൈ മൊത്തം ഇന്നലെ മാള് മുഴുവൻ തുപ്പിക്കളഞ്ഞു. ഇത് കമല് ഇത് കമല് ഇതെന്നെ. എനിക്കിങ്ങനെ തന്നെ എടുക്കാൻ പറ്റില്ല അല്ലേ? അയ്യോ എടുത്താ മതി. കൈ അടിക്കുന്നപ്പോ ഓക്കെ. ഇത് അമൃതയുടെ നാത്തൂനാണ്. ഇത് രണ്ടുപേരും കൂടെ രാവിലെ എഴുന്നേറ്റ് കിടക്കുന്നതാണ്. മക്കളെ കാണാനായിട്ട് അച്ഛനും അമ്മയും കൂടെ രാവിലെ അങ്ങ് പോകുന്ന വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ കാറിന് അമൃതയുടെ വീട്ടിലേക്ക്. മക്കളെ നോക്കാനായിട്ട് അമൃതയുടെയൊക്കെ ഫാമിലി ഫ്രണ്ടായ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിപ്പിള്ളേരെ നോക്കിയൊക്കെ ഒരുപാട് പരിചയമുണ്ട്. അവരെ പരിചരിക്കാനായിട്ട്, അത് കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ. അങ്ങനെ കുറേ ഹെൽപ്പ് ആ അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടി. തമ്പുരു, ആ അമ്മ രാവിലെ തമ്പുരുവിനെ എടുത്ത് വെയിൽ വിളിക്കാൻ പോയതാണ് ഈ കാണുന്നത്. എന്തോ മഞ്ഞപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് എവിടേക്കും ഈ മഞ്ഞപ്പ് കാണണേ? മഞ്ഞപ്പ് മേത്തോടെ മുഖത്ത് കണ്ണില്. എനിക്കിതുവരെ ഒന്നും മനസ്സിലായില്ല. ഇതിപ്പോ ഒത്തിരി ഒന്നുമില്ല. ഇല്ല അല്ലേ? ഇങ്ങനെ അളവിൽ കൊള്ളിച്ചാൽ മാത്രം മതി. ആശുപത്രി ശരീരം മൊത്തം മഞ്ഞപ്പ് വരും. അതെയോ? അത് വന്നാൽ പിള്ളേർക്ക് മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടാവുന്ന രക്തത്തിലൊക്കെ. അതല്ലേ? അപ്പൊ അത് ഭയങ്കര പാടാ മാറാൻ. അന്നേരം രക്തത്തിലൊക്കെ വന്നു അത് പയ്യെ മഞ്ഞപ്പ് കാണുമ്പോ തന്നെ ഇതുപോലെ ഇളവയില് ഒരു കൊള്ളിക്കുക. അപ്പൊ ഇതിന് ഇളവയില് കൊള്ളിച്ചാൽ മതി. മാറിക്കോളൂ. വായോ വായോ. മമ്മി വീണക്കുഞ്ഞിനെ കൊണ്ട് കയറി വന്നതാണത്. വീണക്കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് വെയിൽ ഉള്ളിച്ചേക്കാന്ന് വെച്ചു. രാവിലത്തെ വെയിലല്ലേ. വെയിൽ കൊണ്ടപ്പം കിടന്ന് കാണിക്കുന്നുണ്ടോ? എന്തായാലും പുള്ളിക്കാരി മടുത്തു. ഏറ്റു പോകാനുള്ള തയ്യാറെടുപ്പാ കാണിക്കണേ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. കുളിപ്പിക്കുമ്പോ ചെവി മൂക്ക് ഒക്കെ ക്ലീൻ ചെയ്യണം. തമ്പുരുവിൻ്റെ കിടപ്പ് കണ്ടോ? തളർന്നു നോക്കി. ഞാനൊന്ന് പയ്യെ നെറ്റിയിട്ടും തൊട്ട് വയ്ക്കുമ്പോൾ എന്നെ നോക്കുക പയ്യെ. അത് കൈയെടുത്തപ്പോഴും പയ്യെ ഒരു നോട്ടം. ഇതാണ് പിള്ളേരെ പരിചരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. കാലൊക്കെ വലിച്ച് ഇടണു, പാദങ്ങളൊക്കെ തിരുമ്മി, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ അമ്മ ചെയ്യണ കണ്ടു. അതുകൊണ്ട് ഓരോ വിരലിൻ്റെയും ഇടഭാഗങ്ങൾ നമ്മളിങ്ങനെ വിരലിട്ട് അകത്തി കൊടുക്കണേ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ടെങ്കിലേ എല്ലാം അങ്ങനെ ചെയ്യണല്ലേ. എനിക്ക് കുഞ്ഞുങ്ങള് മുറ്റത്തോടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കടിക്കും. പിന്നെ വിടവില്ലെങ്കിൽ ഒന്നും ഇങ്ങനെ മാന്താൻ പോലും പറ്റില്ല.
ശരിയാ. അതിന് വിടവ് വേണം. അതെനിക്ക് അനങ്ങാണ്ട് കിടക്കണേ. ഈ ഉണ്ടാകുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് ഇരിക്കണം. നമ്മള് കുളിപ്പിക്കുമ്പോ ഇങ്ങനെ അകത്തി ഓരോ വെള്ളം അകത്തി ഇതകത്തണ്ട. ഇതിന് വിടവുണ്ട്, ഇതിനാണ് വിടവ് വരില്ലാത്ത. അപ്പൊ നമ്മളിങ്ങനെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിടവുണ്ടാകും. കൈടൊന്നും കാട്ടണ്ട, മൂക്കെടുക്കണം, ചൊടി ഒതുക്കണം, അങ്ങനെ വിറ്റ് വിരിഞ്ഞ് വിടണം. അതുപോലെ ചെടി ഉപയോഗിച്ചത് എല്ലാവരും കുട്ടികൾ ഉപയോഗിച്ചില്ല, നമ്മൾ ഉപയോഗിക്കും. കൊട്ട് പാപ്പഞ്ചിമാങ്കായി കൊട്ട്, അച്ഛനെ കാണാങ്കായി കൊട്ട്, അമ്മനെ കാണാങ്കായി കൊട്ട്, പപ്പ കാണാങ്കായി കൊട്ട്, കൈകൊട്ട്, നീ കൈകൊട്ട്. 28 ആകുമ്പത്തേക്കും നമ്മള് അമ്മേനെ തിരിച്ചറിയണം. അപ്പൊ നേരെ നോക്കി നമ്മള് വർത്താനം പറഞ്ഞ വേഗം വർത്താനം പറയും. കാക്കു കാക്കു എന്നൊക്കെ കാണിക്കും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കിറി അങ്ങോട്ട് കൃഷ്ണ അച്ഛന്റെ നേരെ ഒളിച്ച് കാണിച്ചു കൊടുക്കും. മൊബൈലൊക്കെ വലുതായിട്ട് തരാട്ടോ. അത് മതി, അത് തരണ്ട, മക്കള് എടുത്തോളൂ. വെയില് മാറി, ഞങ്ങളുടെ വെയില് മാറി, ഞങ്ങളുടെ വെയില് പോയി. എക്കുകൊണ്ടും മണ്ണ വെയില് കണ്ടപ്പോ എക്കുകൊണ്ടും മണ്ണ. നമുക്ക് പോകാന്നാ പോയി ചുമ്പം കുടിക്കാം. വെയിലത്രി കൊണ്ടോടി, വെയിലത്രി കൊണ്ടു, വെയിലത്രി കൊണ്ടു. ഉച്ചക്ക് ചുമ്പം കുറ്റുന്നു. എത്ര എടുക്കാൻ തന്നെയല്ലോ വെയിൽ കൊണ്ടുകഴിഞ്ഞപ്പോ. അമ്മ പറഞ്ഞത് ഇളം വെയിൽ കൊണ്ടപ്പം തമ്പുരുവിന് എക്കിള് തോന്നും. അപ്പം അത് കുറച്ച് പോയി എനിക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇനിയിപ്പോൾ കഴിഞ്ഞു. ഞാൻ പിന്നെ പിള്ളേരെ കാണാൻ ഏത് സമയത്തും അവിടെ ചെല്ലുമായിരുന്നു. സമയം കിട്ടണ സമയത്ത്, രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ഓടി ചെല്ലുമായിരുന്നു. ഇത് മക്കളുടെ ആൻറ്റി മേക്കപ്പേണയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളങ്ങനെ കിടന്നുറങ്ങി സുഖമായിട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലുണ്ടാവും. ഓക്കെ, ബൈ ബൈ.